കാരണം ഇതിൻ്റെ അകത്ത് ചേർത്തിരിക്കുന്നതെല്ലാം നല്ല ഔഷധ ഗുണമുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഇതുപോലെ ഇവിടെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി, സിമ്പിളാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ. ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ചെയ്യുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇന്ന് ഞങ്ങൾ എൻ്റെ ഭാര്യയുണ്ട് കൂടെ, പേര് ഷിജി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളത് കണ്ടു നോക്കണം, അഭിപ്രായം പറയണം. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ സ്ക്രീനിൽ ഇവിടെ കാണുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക. മൊബൈലിൽ നിന്ന് കാണുന്നവർ ഈ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് രസമാണ്, ഹോം മെയ്ഡ് രസം. അപ്പോൾ രസത്തിൻ്റെ പൗഡറൊന്നും ഇല്ലാതെ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ എങ്ങനെ രസം ഉണ്ടാക്കാമെന്നാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ആദ്യം കാണാം. രസത്തിന് വേണ്ട സാധനങ്ങൾ ഞാൻ ആദ്യം പറയാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്, പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി കുറച്ച് അധികം നമുക്ക് വേണം, എന്നാലേ രസത്തിന് നല്ല സ്വാദുണ്ടാവുകയുള്ളൂ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 അതിൻ്റെ പകുതിയുമാണ്. ഇനി നമുക്കിവിടെ വേണ്ടത് ജീരകമാണ്. അത് മുഴുവനായിട്ടുള്ള ജീരകമാണ്, പൊടിയല്ല. പിന്നെ വേണ്ടതെന്ന് പറയുന്നത് കുരുമുളക് പൊടി ക്രഷ് ചെയ്തതാണ്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ പൊടിച്ചത്, ഉപ്പ് ആവശ്യത്തിന്, ചെറിയൊരു കഷ്ണം പുളി അധികം വേണ്ട, നമ്മൾ തക്കാളി ചേർക്കുന്നതുകൊണ്ട് പുളി അധികം വേണ്ട, ചെറിയൊരു കഷ്ണം. പിന്നെ ചെറിയൊരു തക്കാളി, വലുത് വേണ്ട, ചെറിയൊരു തക്കാളി. പിന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ എണ്ണ, പിന്നെ കറിവേപ്പില, പിന്നെ മല്ലിയില, പിന്നെ ചെറിയൊരു കഷ്ണം കായം. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു പോർട്ടബിൾ ഗ്യാസൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ആദ്യം. ഇതാണ് സാധനം. ഇതുപോലെ പെട്ടിക്കകത്ത് വരും ചെറിയ ഗ്യാസ്. ഇതാണ് അതിൻ്റെ ഗ്യാസിൻ്റെ സിലിണ്ടർ. ഇതിങ്ങനെ ക്യാപ്പ് എടുത്ത് മാറ്റിയിട്ട് ഇതുപോലെ ഇവിടെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി, സിമ്പിളാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ. ഇതുപോലെ വയ്ക്കുക, നടക്കുക. ഇതാണ് അതിൻ്റെ ലോക്ക്. ഓക്കെ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് കുറച്ച് ജീരകം, ഒരു 1/4 ടേബിൾ സ്പൂൺ മതി, അത് അതിലേക്ക് ഇടുക. പിന്നെ അത് ചെറുതായിട്ടൊന്ന് പൊട്ടിക്കുക, അധികം തീയില്ലാതെ കരിയാൻ നോക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് അതൊന്ന് പൊട്ടിച്ചെടുക്കുക. ഇനി നമുക്ക് വെളുത്തുള്ളി ചേർക്കാം. വഴറ്റണമെന്നില്ല, ചെറിയ രീതിയിലൊന്ന് ചൂടാക്കിയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം, ഒരു 1/4 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്, അതൊരു 1/4 ടേബിൾ സ്പൂൺ. പിന്നെ മല്ലിപ്പൊടി, അതും ഒരു 1/4 ടേബിൾ സ്പൂൺ മതി. മുളക് പൊടി, അത് ഒരു 1/4 ടേബിൾ സ്പൂൺ മതി. നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നതുകൊണ്ട് ഒരു 1/4 ടേബിൾ സ്പൂൺ മതി. പിന്നെ വേണ്ടത് കാശ്മീരി മുളക് പൊടി, അതൊരു കളറിന് വേണ്ടിയിട്ട് മാത്രം. പിന്നെ ലാസ്റ്റ് നമുക്ക് ഉലുവാപ്പൊടിയും കൂടെ ചേർക്കാം. നന്നായിട്ട് ഇളക്കുക, കരിഞ്ഞു പോകാതെ ചെറിയ തീയിൽ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം അതുകൂടെ ചേർക്കാം. അത് അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ള പുളിവെള്ളം ചേർക്കാം. പുളി കൂടുതലാണെങ്കിൽ ആവശ്യമുള്ളവർക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം.
ആവശ്യത്തിന് ഉപ്പ്. ഒരു ചെറിയ കഷ്ണം കായം കൂടെ ചേർക്കാം. ഇത് വെള്ളത്തിൽ വെറുതെ ഇട്ടാൽ മതി, മൂപ്പിക്കൊന്നും വേണ്ട. ഒരു കഷ്ണം തക്കാളിയും കൂടെ ആഡ് ചെയ്യാം. ഒരു തണ്ട് കറിവേപ്പില കൂടി ഇടേണ്ടതായിരുന്നു. വെളുത്തുള്ളിയൊക്കെ വഴറ്റിയ സമയത്ത് ഞാൻ മറന്നു ഇടാൻ. അപ്പം നമുക്ക് ആഡ് ചെയ്യാം. ഏറ്റവും അവസാനമായിട്ട് നമുക്ക് കുറച്ച് ഇഞ്ചി ചതച്ചതും കൂടെ ഇടാം. പിന്നെ മല്ലിയിലയും കൂടെ നമുക്ക് ആഡ് ചെയ്യണം. ഇത് നല്ലൊരു മെഡിസിനും കൂടിയാണ്. കാരണം ജലദോഷത്തിനും തൊണ്ടവേദനയ്ക്കൊക്കെ നല്ലൊരു മെഡിസിനാണ്. കാരണം ഇതിൻ്റെ അകത്ത് ചേർത്തിരിക്കുന്നതെല്ലാം നല്ല ഔഷധ ഗുണമുള്ള ഇൻഗ്രീഡിയൻസാണ്. വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം നല്ല ഔഷധ ഗുണമുള്ളതാണ്. കാരണം ഇതൊരു ഒരു ദിവസം പഴകിയാലേ ഇതിനൊരു നല്ലൊരു എഫക്റ്റ് കിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങളുണ്ടാക്കിയ രസം റെഡിയായി. രസം ഉണ്ടാക്കി ഒരു ദിവസമെങ്കിലും വെക്കണം, എന്നാലേ അതിൻ്റെ യഥാർത്ഥമായ രുചി കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ഈ റെസിപ്പി ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ.